വ്യക്തമായിട്ടും മേയർക്ക് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർക്ക് കിട്ടിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സ്പർശൻ സ്പായിൽ നമ്മൾ അന്വേഷണം നടത്തി വന്നത്. സ്പർശൻ സ്പായിൽ നടത്തുന്ന അതായത് ഓണർ മനോഹരൻ എന്നാണ് ഉടമയുടെ ലൈസൻസിയുടെ പേര്. ഒരു മാനേജറുണ്ട് റിദീൻ എന്ന് പറഞ്ഞു. പക്ഷേ ഈ റിദീനോ മറ്റ് അവിടെ നിന്ന സ്റ്റാഫുകൾക്കോ മസാജിനുള്ളതോ അല്ലെങ്കിൽ സ്പാ നടത്തുന്നതിനുള്ള യാതൊരു അനുബന്ധ രേഖകളും ഇല്ലായിരുന്നു. അതിൽ ഇവർക്ക് 2 കെട്ടിട മുറി ഉണ്ടായിരുന്നു. ഒന്നിൽ ലൈസൻസ് എടുത്തിട്ടുണ്ട്, മറ്റൊന്നിൽ ലൈസൻസ് എടുക്കാതെയാണ് പ്രവർത്തിക്കുന്നത്. ആയതിനാൽ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുന്നതിന് വേണ്ടിയും ലൈസൻസ് എടുക്കാത്തതുകൊണ്ട് ആ സ്ഥാപനം സ്ഥിരമായി പൂട്ടുന്നതിനും പുള്ളിയെ സ്വമേധയാ പൂട്ടി താക്കോല് നഗരസഭയെ ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുന്ന മുറയ്ക്കും ലൈസൻസ് എടുക്കുന്ന മുറയ്ക്കും തുറന്നു കൊടുക്കും. പിന്നെ ബന്ധപ്പെട്ട രേഖകളും ഈ പരാതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയവും അന്വേഷിച്ചിട്ട് മാത്രമേ ഇത് തുറന്നു കൊടുക്കത്തുള്ളൂ. അതാ സ്വമേധയാ പൂട്ടിയാണ് താക്കോല് കൊടുത്തിട്ടുള്ളത് റിദീൻ എന്ന് പറഞ്ഞ മാനേജർ. ക്രോസ് മസാജിങ് നടന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അന്വേഷണം നടക്കുക. അങ്ങനത്തെ ഒരു പരാതിയാണ് വ്യക്തമായിട്ട് കിട്ടിയിട്ടുള്ളത്. ആ പരാതി നിങ്ങൾ മേയറുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് സംസാരിക്കുക. വ്യക്തമായിട്ട് മേയർ പറഞ്ഞുവിട്ട നിർദ്ദേശത്തിനനുസരിച്ചാണ് ഞങ്ങൾ വന്ന് അന്വേഷിക്കുകയും ബന്ധപ്പെട്ട രേഖകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപനം അടച്ചുപൂട്ടിയിട്ടുള്ളത്. അങ്ങനെ വ്യക്തമായിട്ട് എന്തോ നല്ല ഒരു പരാതി കിട്ടിയതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മേയർ സ്ക്വാഡിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുള്ളത്. നിലവിൽ ഈ ഒരൊറ്റ കേന്ദ്രത്തിനെ ഉള്ളെങ്കിലും തിരുവനന്തപുരം നഗരസഭയിലെ എല്ലാ സ്പാ സെന്ററുകളും നാളെ മുതൽ അന്വേഷണം തുടങ്ങുകയും എല്ലായിടത്തും കർശന നടപടി സ്വീകരിക്കുന്നതുമാണ്. താൽക്കാലികമായിട്ടല്ല, എന്നാലും ബന്ധപ്പെട്ട രേഖകളും ഇതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്, അതെല്ലാം നോക്കിയിട്ടായിരിക്കും നടപടികൾ ചെയ്യുന്നത്.